നീ അതിനെ തിരിച്ചല്ലയോ? ശരത്തിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അവൻ കണ്ണു ചിമ്മി ഇല്ലെന്ന് കാണിച്ചു. വാ. മുടി ഒതുക്കി വെച്ച് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങി. മോനെ, കൃഷ്ണകുമാർ വിളിക്കുന്നതായിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. മക്കളെ, അവള് പെട്ടെന്ന് ഒന്നും മനസ്സിൽ വെക്കണ്ട. ഞാനതിന് അയ്യോ അങ്കിളെ, ഞാനാ ചെന്ന് അവളെ ദേഷ്യം പിടിപ്പിച്ച്. ഭരത് അയാളുടെ കൈ കവർന്നു. ഇതൊക്കെ ഒരു തമാശയല്ലേ അങ്കിൾ, അവള് ചെറിയ കുട്ടിയല്ലേ? ഭരത് പറഞ്ഞു. കൃഷ്ണൻ അവനെ കണ്ണുമിഴിച്ച് നോക്കി. നിനക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ മോനെ. അയാൾ അവനെ കളിയാക്കി. ഭരത് ചിരിയോടെ തലയാട്ടി. കൃഷ്ണകുമാർ അവനെ ചേർത്ത് പിടിച്ച് പടികൾ ഇറങ്ങി. ശരത്ത് നേരത്തെ ചിരിയോടെ അവരുടെ പിറകെ നടന്നു. ആർച്ച ഡ്രസ്സ് മാറി താഴെ ഇറങ്ങി വന്നു. ഭരത്തിനെ നോക്കി ചുണ്ടുകൂട്ടി അടുക്കളയിലേക്ക് ചെന്നു. നേരെ ചെന്ന് സ്ലാബിൽ കയറിയിരുന്ന ഫ്ലാസ്കിൽ വെച്ചിരുന്ന ചായ എടുത്ത് കുടിച്ചു. പത്മയും ഗ്രീഷ്മയും ജയശ്രീയും ഭയങ്കര സംസാരത്തിലാണ്. ചുറ്റും നടക്കുന്നൊന്നും അറിയുന്നില്ല. വിഷയം എന്താ? ആർച്ചയുടെ കുറ്റം ജയശ്രീ പറയുമ്പോ പത്മ, അയ്യോ ആർച്ച നല്ല മോളാ, അങ്ങനെയൊക്കെ ചെയ്യോ? എനിക്കുണ്ട് 2 എന്ന് പറഞ്ഞ് തുടങ്ങും. പുട്ടിന് പീര പോലെ പത്മ മറന്നുപോകുന്ന എല്ലാ കാര്യങ്ങളും ഗ്രീഷ്മ കൃത്യമായി പറഞ്ഞു കൊടുക്കും. രാമചന്ദ്രന്റെ സുഹൃത്തിന്റെ മകളാണ് ഗ്രീഷ്മ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അവർക്ക് തമ്മിൽ പരിചയമുണ്ട്. കുഞ്ഞിരാമന് നേരെ തൊടുത്തു വിടാൻ ഒരു ആയുധത്തിന് വേണ്ടി ആർച്ച ചെവി കൂർപ്പിച്ചിരുന്നു. എന്റെ പൊന്ന് ജയേ, ശരത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും അതെ, അവന്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഇളയവനാ, കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കൂടെ പഠിച്ച ഒരു കൊച്ചിന്റെ പെൻസില് കാണാതെ പോയി. അത് ഇവനാ എടുത്തെന്നൊരു പയ്യൻ പറഞ്ഞുപോയി. ആ ചെറുക്കന്റെ മൂക്കിടിച്ച് പരത്തി ചപ്പാത്തി പോലെ ആക്കി. അവിടെ നിന്ന് തുടങ്ങിയതാ. പിന്നെ വെച്ചടി കയറ്റമായിരുന്നു. 10ാം ക്ലാസ് കഴിയുന്നവരെ എനിക്ക് സ്കൂളിൽ കയറിറങ്ങുന്ന തന്നെയായിരുന്നു ജോലി. അതിനേക്കാൾ കൂടുതൽ വികൃതി. ചെറുപ്പത്തിൽ കളിക്കുന്നതിനിടയിലേ വാശി വെച്ച് തല കൊണ്ടുപോയിട്ടൊരു കലത്തിലിട്ടു. തലയങ്ങ് കുടുങ്ങി. അതൊന്ന് ആ തലയിൽ നിന്ന് ഊരാൻ പെട്ട പാട്. ആ കൂടെ അതിനുശേഷം ആരവനെ ചട്ടിത്തലയെന്ന് വിളിച്ചു. എന്റെ പൊന്നോ, ആ പേര് വിളിക്കുന്നവന്റെ മൂക്കിടിച്ച് പരത്തും ചക്കൻ. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടന്നു എന്നറിയോ? പത്മ തലയിൽ കൈവച്ചു. പത്മ നിർത്തിയതും ജയശ്രീ ആർച്ച പുരാണം തുടങ്ങി. എല്ലാ ദിവസവും കേട്ടുമടുത്തുകൊണ്ട് ആർച്ച കേൾക്കാൻ നിന്നില്ല. ചട്ടിത്തലയൻ കൊള്ളാം, പൊളിച്ചു, ഞാനിതൊരു കലക്കും. ഫ്രിഡ്ജിൽ നിന്ന് ഡയറി മിൽക്ക് എടുത്ത് പൊട്ടിച്ച് തിന്നുകൊണ്ട് ആർച്ച ഹാളിലേക്ക് നടന്നു. പത്രം വായിക്കുന്ന രാമേന്ദ്രന്റെ അടുത്ത് ചെന്നിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ മോളെ. ഒരു ഷീറ്റ് വലിച്ചെടുത്ത് കണ്ണിറുക്കി കാണിച്ച് അവളും വായിക്കാനിരുന്നു. കൃഷ്ണകുമാർ കണ്ണു തള്ളി അവളെ നോക്കി. അച്ഛമ്മയും അതേ ഭാവത്തിലായിരുന്നു. വായിൽ വെച്ചിരുന്ന മുറുക്കാൻ ചവക്കാൻ പോലും ഭാവം മറന്നുപോയി. സ്പോർട്സ് പേജ് പോലും തുറന്നു നോക്കാത്ത പെണ്ണ. ടിവിയിൽ ന്യൂസ് കാണും, അത്രമാത്രം. ചട്ടിക്ക് വില കൂടി. ആദ്യത്തെ വാർത്ത വായിച്ചും ശരത്ത് തലപൊക്കി അവളെ നോക്കി. ഇടം കണ്ണിട്ട് പരത്തിനെയും. എന്താണേ ചട്ടിക്കൊക്കെ ഇങ്ങനെ വില കൂടി എങ്ങനെ നമ്മൾ കറി വെക്കും? അതും മീൻകറിയൊക്കെ മൺചട്ടി തന്നെ വെക്കണം. അതൊരു പ്രത്യേക രുചിയാ. ആർച്ച ആരോടുന്നില്ലാതെ പറഞ്ഞു. 5 വയസ്സുകാരന്റെ തല കരത്തിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തി അതിസാഹസികമായി രക്ഷിച്ചു പാലക്കാട്. ഇത്തവണ രാമചന്ദ്രൻ പത്രവായന നിർത്തി അവളെ നോക്കി. ഇത്രയും സമയം താൻ 10 വട്ടം അരിച്ചു പെറുക്കിയ പേജ. വള്ളിയും പുള്ളിയും കുത്തും കോമയും വരെ കാണാ പാടാ. എന്നിട്ട് ഇങ്ങനൊരെണ്ണം താൻ കണ്ടില്ലല്ലോ. അവളുടെ കയ്യിലിരുന്ന പത്രത്താളിലേക്ക് അയാൾ നത്തിനെ പോലെ എത്തി നോക്കി. എന്താ അങ്കിൾ, അതിൽ വാർത്തക്ക് ക്ഷാമുണ്ടോ? വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ നോക്കി രാമചന്ദ്രൻ ഇല്ലെന്ന് ചുമൽ കൂച്ചി. എങ്കിൽ അങ്കിൾ അത് വായിക്ക്, ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് തന്നേക്കാം. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അവൾ പറഞ്ഞു. ആർച്ച വീണ്ടും പത്രത്തിൽ മുഖം പൂഴ്ത്തി. ഭാഗ്യം, കുട്ടി രക്ഷപ്പെട്ടു. പക്ഷെ ഇനി ആരെങ്കിലും അതിനെ ചട്ടിത്തലയെ വിളിക്കുമെന്നാ. ചട്ടിത്തലയെത്തെങ്ങാനും വിളിച്ചാ കുട്ടിയുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ചിരിക്കാൻ പതിട്ട് വയ്യ. ഇത്തവണ ഭരതിന്റെ കണ്ണുകൾ മാത്രം അവളിൽ പതിഞ്ഞു. ശരത്ത് രാമചന്ദ്രനെ നോക്കിയത് ഭരത്തിനെയാണ്. ചട്ടിത്തലയൻ. ആഹാ, ഈ ചട്ടിത്തലയെന്ന് കേൾക്കുമ്പോൾ രസമൊക്കെ ഉണ്ടല്ലെങ്കിൽ? നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ അത്യധികം ദയനീയമായി. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ എന്ന ഭാഗത്തിൽ രാമചന്ദ്രൻ നോക്കി. ശരത്താണെങ്കിൽ ഭരത്തിൽ നിന്ന് കണ്ണു മാറ്റിയില്ല. കണ്ണ് ചുവക്കണ്ട, പല്ല് കട്ടിക്കണ്ട, മുഷ്ടിച്ച് ഉരുട്ടണ്ട പറഞ്ഞു പാതിയാകുമ്പോഴേക്കും ആർച്ചയുടെ കയ്യിലിരുന്ന പത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു പറന്നു. പിന്നെ കാണുന്ന പത്രം ചന്നം പിന്നം പറന്ന് കളിക്കുന്ന. എന്റെ പത്രം, അയ്യോ എന്റെ പത്രം കീറിയെന്തിനാണ് എന്റെ പത്രം കീറിയെ? ആർച്ച ചാടി എഴുന്നേറ്റ് കീറിയ പത്രം കണ്ട അവന് നേരെ ചീറി. ആ വാർത്ത നീ വായിക്കണ്ട. ഭരത്തു അലറി. രണ്ടിന്റെ അലർച്ച കേട്ട് ബാക്കിയുള്ളവർ ചെവി പൊത്തി പിടിച്ചു. എന്ത് വാർത്തയാ ഭരത്തേട്ടാ?
കണ്ണുമീഴ്ച നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ കണ്ട് 4 പേരുടെ കണ്ണുകൾ തള്ളിമറിഞ്ഞ് താഴെ വീണ് പൊട്ടുമെന്ന അവസ്ഥയിലായിരുന്നു. കുറച്ചു മുമ്പ് നടന്ന അടിപിടിയിൽ ഇവരുടെ തല എവിടെയെങ്കിലും ഇടിച്ചോ എന്നുപോലും കൃഷ്ണകുമാർ ചിന്തിച്ചു പോയി. ഈ ജാതി വിനയം. അത് പിന്നെ കരത്തിൽ തല കുടുങ്ങിയ വാർത്ത. ഒന്ന് പതിരിയെങ്കിലും ഭരത് പറഞ്ഞൊപ്പിച്ച്. ആർച്ച കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ഇല്ല, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ വായിക്കാനാ? അത് ഭരത്തേട്ടും കീറിക്കളഞ്ഞില്ലേ, ഞാൻ വേറെ വായിച്ചോളാം. ആർച്ച അടുത്ത പേജ് തപ്പിപ്പിടിച്ചെടുത്തു. ശരത്തിന് ആത്മാർത്ഥമായ കുറ്റബോധം തോന്നി. ഛേ, ഇത്രയും പാവപ്പെട്ടൊരു കുട്ടിയാണോ ഞാൻ തെറ്റിദ്ധരിച്ച്? വേണ്ടായിരുന്നു. അവിടെ ആ പരത്തേട്ടവിളിൽ പോലും എന്തൊരു നിഷ്കളങ്കത, എന്തൊരു വിനയ കുലീനത. അവൻ സടകുടഞ്ഞു, അല്ല തലകുടഞ്ഞു. കൃഷ്ണകുമാർ മാത്രം ഇനി അടുത്ത എന്താന്നുള്ള ചിന്തയിലായിരുന്നു. ഭരത് കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ച് തിരികെ സോഫയിലിരുന്നു. മദ്യപിച്ച് വന്ന ഭർത്താവിന്റെ തലയിൽ ഭാര്യ മീൻ ചട്ടിയെടുത്ത് അടിച്ചു. അത് കൊള്ളാം. ചട്ടി തലയിൽ പൊട്ടിത്തകർന്ന സീൻ. ചട്ടിത്തലയിൽ ആർച്ച ആസ്വദിച്ച് മനസ്സറിഞ്ഞ് ചിരിച്ചു. നിന്നോടല്ലേ ഈ വാർത്ത വായിക്കേണ്ടത് പറഞ്ഞ്? ഭരത് ഫോൺ താഴെയിട്ട് വീണ്ടും അവൾക്ക് നേരെ അലറി. ഞാൻ വായിച്ച തനിക്കെന്താ? വായിച്ചു വളരുന്നെന്ന് കുഞ്ഞുണ്ണി മാഷ് വരെ പറഞ്ഞിട്ടുണ്ട്. ആർച്ചയും ചാടി എഴുന്നേറ്റ് പോരിന് വന്നു. നീ എന്ത് വേണേലും വായിച്ചോ, ഈ വാർത്തയെല്ലാം വേറെ നിനക്ക് വായിക്കാനില്ലേ? അത് വായിച്ചോ. സ്പോർട്സ്, രാഷ്ട്രീയം, വേണേ ചരമക്കോളം വരെ എടുത്ത് വായിച്ചോ. ഇതെനിക്ക് ഇഷ്ടമല്ല. ഭരത് അലറി. അയിന്? ആർച്ച നിഷ്കളങ്കതയുടെ നിറകുടമായി. ആ അയിനിൽ ഭരതിന്റെ വാക്ഷരങ്ങൾ തട്ടിത്തടഞ്ഞ് മുനയൊടിഞ്ഞ് കുടിഞ്ഞ് താഴെ വീണു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആരു? സന്ദർഭത്തിനനുസരിച്ച ചോദ്യവുമായി ചാടി വീണ കൃഷ്ണകുമാറിനെ അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ എല്ലാവരും തുറച്ചു നോക്കി. പാച്ചാളം ബാസിയെ പോലെ എല്ലാവരുടെയും മുഖത്തും വിവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ശരത്തു രാമചന്ദ്രന് രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ ആർച്ച നശിപ്പിച്ചു എന്ന മട്ടിലായിരുന്നു. ഭരത്താണെങ്കിൽ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന ചിന്തയിലും. അല്ലെങ്കിൽ ഈ പെണ്ണ് നേരത്തും കാലത്തും വല്ലതും കഴിക്കുമോ? കഴിച്ചാൽ ഇരുന്ന് കഴിക്കാൻ സമയമല്ല. ഉണങ്ങി ഈർക്കിൽ കൊള്ളി പോലെയായി. പണ്ട് മുതലും അതെ. കല്ലും മണ്ണൊക്കെ വാരി തിന്നാലും ഉണ്ടാക്കി വെച്ച ഭക്ഷണം തിന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കയ്യിൽ മിഠായും വെച്ച് നടക്കുന്നു. ആർച്ച കയ്യിൽ നിന്ന് ഡയറി മിൽക്കിനെ ദയനീയമായി നോക്കി. രാഷ്ട്രീയ ജാതി മത പ്രായ ഭേദമന്യ ജനങ്ങളുടെ കണ്ണിൽ ഉണ്ണിയായി ഞെളിഞ്ഞിരിക്കുന്ന ഡയറി മിൽക്കിനെ ഇങ്ങനെ അടിമുടി വെറും മിഠായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കളഞ്ഞ്. എല്ലാവരും വരും, ചായ കുടിക്കാം. ആരു വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. ജയശ്രീ വിളിച്ചോ. കൃഷ്ണകുമാർ ശരത്തിനെയും രാമചന്ദ്രനെയും കൂടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അച്ഛമ്മ അല്പസമയം കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് നീങ്ങി. ചെന്ന് വല്ലതും കഴിക്കാൻ നോക്ക്, ഈർക്കിൽ കൊള്ളി ഉണ്ണിയാർച്ചേ. ഭരത് അവിടെ അടുത്തേക്ക് നീങ്ങിന്ന് പതിയെ പറഞ്ഞു. നീ പോടാ ചട്ടിത്തലൻ കുഞ്ഞിരാമ. അതേ രീതിയിൽ ചുണ്ടോട്ടി പല്ലടിച്ച് ആർച്ചയും മുരണ്ടു. ഇത്തവണ ഭരത് പകച്ച് പണ്ടാരടങ്ങി. അപ്പൊ അബദ്ധത്തിൽ വായിച്ചല്ല. ഇവൾക്ക് ഈ പേര് ഇപ്പൊ എവിടുന്ന് കിട്ടി? നിങ്ങൾ വരുന്നില്ലേ പിള്ളേരെ? പത്മയുടെ ചോദ്യം കേട്ടതും ഭരത്തിന്റെ പേര് പോയ വഴി മനസ്സിലായി. ആർച്ച പത്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് തുള്ളിച്ചാടി ഡൈനിങ് ഹാളിലേക്ക് പോയി. അമ്മേ! ഭരത്തും ചവിട്ടിക്കുലുക്കി ചെന്നു. പത്മ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അമ്മയാണോ ആ പേരുകൾക്ക് പറഞ്ഞു കൊടുത്ത്? ഭരത് പത്മയുടെ അടുത്ത് നിന്ന് പല്ലടിച്ച് ചോദിച്ചു. ഏത് പേരടാ? പത്മ അവനെ നോക്കി കണ്ണു വീഴ്ചു. അമ്മേ! ഭരത് അരിശമൂത്ത് പല്ലടിച്ചു. പത്മവിന് വട്ടായ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു. അമ്മേ, ഈ കടലക്കറി ചട്ടിയിൽ വെച്ചാണ് അമ്മേ. കടലക്കറി എടുത്ത് ഒഴിക്കുന്നിടയിൽ ആർച്ച ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അല്ലടി, അണ്ടാവിലിട്ട് പുഴുങ്ങിയതാ. എന്നിട്ട് അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, സാമ്പാർ പൊടി എല്ലാം കൂടി ഇട്ട് വെള്ളമൊഴിച്ച് ഇളക്കിയെടുത്ത് നിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു. കടലക്കറി മാത്രമല്ല, വേണേ നിന്നെ അണ്ടാവിലിട്ട് പുഴുങ്ങിയെടുക്കാം. വേണോ? ഭരത് അവിടെ മുന്നിൽ ചെന്ന് അലറി. കുടിച്ചുകൊണ്ടിരുന്ന ചായ ശരത്തിന്റെ നെറുകയിൽ കയറി. അവിടെ ഒരു ചട്ടി. അത് കേട്ട് പുറത്തൊരു പട്ടി കുരച്ചു. ടേബിൾ വെച്ചിരുന്ന ചായ എടുത്ത് അവൻ വായിലേക്ക് അമിഴ്ത്തി. അതുമാത്രമേ അവന് ഓർമ്മയുള്ളൂ. എന്റെ ശിവനെ! ഭരത്തിന്റെ അണ്ടകടാഹം വരെ പൊള്ളിപ്പോയി. ചൂട് ചായ. പാച്ചാളംബാസി പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്ന ഭരത്തിനെ നോക്കി ആർച്ച ചിരി കടിച്ച് പിടിച്ച് നിന്നു. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ ഉണ്ണിയാർച്ച. ഓ ആയിക്കോട്ടെ. ആർച്ച വാ പൊത്തി പിടിച്ചവനെ കളിയാക്കി. അവളെ നോക്കി പേടിപ്പിച്ചവൻ പുറത്തേക്ക് പോയി. ആർച്ച പൊട്ടിച്ചിരിച്ചുകൊണ്ട് കസേരയിലേക്ക് വീണ് ചാഞ്ഞും ചെരിഞ്ഞും ടേബിൾ തലവെച്ച് കിടന്നു. ഇരുന്നും നടന്നൊക്കെ ചിരിച്ച് കണ്ണു നിറഞ്ഞ് വയറുവേദനിച്ചപ്പോഴാണ് ആർച്ച തല ഉയർത്തി നോക്കിയത്. തവിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന ജയശ്രീയെ കണ്ടതും ആർച്ചക്ക് അപകടം മണത്തു. നല്ല അപകടത്തിന്റെ മണം. ആരു അവിടെ നിന്നോ? മേശയ്ക്ക് ചുറ്റും ഓടുന്ന ആർച്ചയ്ക്ക് നേരെ ജയശ്രീ ഭീഷണി മുഴക്കി.
സോറി അമ്മേ, വെറും വയറ്റിൽ അടി വാങ്ങിക്കാൻ തൽക്കാലം എനിക്ക് മൂടില്ല. അമ്മ കൂട്ടി വെച്ചോ, ഞാൻ സൗകര്യം പോലെ എല്ലാം വന്ന് വാങ്ങിച്ചോളാം. മീൻ കെട്ടോടുന്ന കാടൻ പൂച്ചയെ പോലെ ആർച്ച അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ചാടി. എനിക്ക് നീ ആ പച്ചവെള്ളം തരില്ല, ആ ചക്കനെയും വിളിച്ചു വന്നാ മതി, ജയശ്രീ വിളിച്ചു പറഞ്ഞു. അല്ലേലും എനിക്ക് പച്ചവെള്ളം വേണ്ട, ഓടുന്നതിനിടയിൽ തന്നെ ആർച്ച വിളിച്ചു പറഞ്ഞു. ഇറങ്ങി ഓടിയത് പറമ്പിലേക്കായിരുന്നു. പിറകിലേക്ക് നോക്കി ഓടുന്നതിനിടയിൽ മുന്നിൽ വന്നുപെട്ട ഭരതിനെ ആർച്ച കണ്ടില്ല. വീണിട്ടും പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റാതെ ലാൻഡ് ചെയ്ത് സന്തോഷത്തിൽ കിടക്കുമ്പോഴാണ് ആർച്ച ദയനീയമായി നിലവിളി ശ്രദ്ധിച്ച്. കുഞ്ഞിരാമ. ആർച്ച കണ്ണു വീഴ്ച ചാടി എഴുന്നേറ്റ് നടുവിന് കൈയും കൊടുത്ത് ഭരത്തും. നിനക്ക് നടി കണ്ണു കാണില്ലേ? അയ്യോ. കൈ കുടഞ്ഞോണ്ട് ഭരത് മുഖം ചുളിച്ച്. അതിപ്പോ ഞാൻ ഓടുന്ന വഴിയിൽ വന്നിരിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ആർച്ചയുടെ ചോദ്യം കേട്ട് ഭരത്തിന്റെ കണ്ണു തള്ളി. ഇതിപ്പോ താൻ ചെന്നവളെ തള്ളിയിട്ട പോലെയല്ലേ ചോദ്യം?